Hi all, welcome back. Today we will have a discussion on the topic leadership. Since it is a large topic means there are so many subtopics coming under this topic. So it is nearly impossible to put all those informations together in one video. So there will be part 2. Please make sure that you watch it too. Leadership. Leadership is the art of motivating a group of people to act toward achieving a common goal. It is a process of influencing others in a matter that enhances their contribution to the realization of group goals. ഒരു കോമൺ ഗോൾ അഥവാ ഗ്രൂപ്പ് ഗോൾ ഒരു കൂട്ടം ആളുകളുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ കോമൺ ആയി അച്ചീവ് ചെയ്യേണ്ട ആ ലക്ഷ്യം അച്ചീവ് ചെയ്യുവാനായി ഗ്രൂപ്പ് മെമ്പേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് ആ ഗോളിലേക്ക് നയിക്കുന്ന ആ ഒരു ആർട്ടിനെ ആ ഒരു വ്യക്തിപരമായിട്ടുള്ള ആ ഒരു സവിശേഷ സ്വഭാവ രീതിയെയാണ് നമ്മൾ ലീഡർഷിപ്പ് അഥവാ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. I have added a few definitions here. First one is from Livingston. That is, leadership is the ability to awaken the desire to follow a common objective. ഒരു കോമൺ ഒബ്ജക്റ്റീവ്, ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യം അതിനെ ഫോളോ ചെയ്യുവാനായിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും ഉള്ളിലുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഉള്ളിലുള്ള ആ ഡിസയറിനെ ഉണർത്തുവാനുള്ള ആ കഴിവിനെയാണ് നമുക്ക് ലീഡർഷിപ്പ് എന്ന് പറയാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ ഈസ് ഫ്രം C.I. Bernard. Leadership is the quality of behavior of the individuals whereby they guide people or their activities in an organized effort. ഓർഗനൈസ്ഡ് എഫേർട്ട്, കൂട്ടായ ഒരു പ്രയത്നത്തിൽ അല്ലെങ്കിൽ കൂട്ടായ ഒരു പ്രവൃത്തിയിൽ ആ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ആ കൂട്ടത്തിലുള്ള ആളുകളെ ഗൈഡ് ചെയ്യുവാൻ, അവരുടെ പ്രവൃത്തിയെ ഗൈഡ് ചെയ്യുവാനുള്ള ആ ഒരു ചില വ്യക്തികളിലുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷത, ഒരു ക്വാളിറ്റി കാണും. അതിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുക. ഇനി നമുക്ക് പ്രിയങ്കരനായ മറ്റൊരാളുടെ ഡെഫിനേഷനാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ദിസ് ഡെഫിനേഷൻ ഈസ് ഫ്രം ഡോക്ടർ APJ Abdul Kalam. Leadership is an ability to inspire other people with a dream. മറ്റു വ്യക്തികളെ അല്ലെങ്കിൽ തന്റെ ഗ്രൂപ്പിലുള്ള മറ്റു ആളുകളെ ഒരു സ്വപ്നത്തിലേക്ക് എത്തിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിലൂടെ ഇൻസ്പയർ ചെയ്യുന്നതിനെയാണ് അദ്ദേഹം ലീഡർഷിപ്പ് എന്ന് പറയുക. നമുക്കറിയാം, ഹി ഈസ് ആൻ അഡ്വക്കേറ്റ് ഓഫ് ഡ്രീം ബിഗ്, അല്ലെ? വലിയ സ്വപ്നങ്ങൾ കാണുക, വലിയ സ്വപ്നങ്ങൾക്കായി പ്രയത്നിക്കുവാനായിട്ട് നമ്മളോട് എപ്പോഴും ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു മഹാവ്യക്തിയായിരുന്നു മുൻ പ്രസിഡന്റും ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രധാന സയന്റിസ്റ്റിൽ ഒരാളായിട്ടുള്ള ഡോക്ടർ APJ Abdul Kalam. ലീഡർഷിപ്പ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഇതിനുള്ളിൽ മനസ്സിലായി. നെക്സ്റ്റ് വി ആർ ഡിസ്കസിംഗ് ഫീച്ചേഴ്സ് ഓഫ് ലീഡർഷിപ്പ്. ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ പെരുമാറ്റ രീതികളെ, ബിഹേവിയർ പാറ്റേൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനുള്ള എബിലിറ്റിയെ നമ്മൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നു. ഇപ്പൊ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ആ കോമൺ ഗോൾ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ആ ഒരു ലക്ഷ്യപ്രാപ്തിയിൽ എത്തുവാനായി ശ്രമിക്കുന്നതിന് അങ്ങനെ ഒരു രീതിയിൽ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളവരായിരിക്കും ലീഡേഴ്സ്. ഇന്റർപേഴ്സണൽ പ്രോസസ്. ലീഡർഷിപ്പ് എല്ലായ്പ്പോഴും ഒരു ഇന്റർപേഴ്സണൽ പ്രോസസ് ആയിരിക്കും. ലീഡറിന്റെയും ഫോളോവേഴ്സിന്റെയും ഇടയിൽ ഉണ്ടാവുന്ന ഒരു പ്രോസസ് ആയിരിക്കും ലീഡർഷിപ്പ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഫീച്ചറാണ് അറ്റൈൻമെന്റ് ഓഫ് കോമൺ ഓർഗനൈസേഷണൽ ഗോൾസ്. കോമൺ ആയിട്ടുള്ള ഗോളുകൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതും ലീഡർഷിപ്പിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഫീച്ചറാണ്. അപ്പോൾ ഗോളുകൾ അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും എല്ലാ ഗ്രൂപ്പുകളും അല്ലെങ്കിൽ എല്ലാ ഓർഗനൈസേഷൻസും വർക്ക് ചെയ്യുക. അപ്പൊ കോമൺ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ലീഡർഷിപ്പിന്റെ മറ്റൊരു ഫീച്ചർ. ലീഡർഷിപ്പിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് കണ്ടിന്യൂസ് പ്രോസസ്. ലീഡർഷിപ്പ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ലീഡറിന് എല്ലായ്പ്പോഴും തന്റെ ഫോളോവേഴ്സിനെ ത്രൂ ഔട്ട് ആയി ഗൈഡ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ആരംഭത്തിൽ മാത്രം അല്ലെങ്കിൽ അവസാനം മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രോസസ് ആയിരിക്കത്തില്ല ലീഡർഷിപ്പ്. ലീഡർഷിപ്പിന്റെ മറ്റൊരു ഫീച്ചറാണ് ഗ്രൂപ്പ് പ്രോസസ്. ലീഡർഷിപ്പ് ഒരു ഗ്രൂപ്പ് പ്രോസസ് ആണ്. ഒരു വ്യക്തിയല്ല, രണ്ടിലധികം വ്യക്തികളോ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലാണ് ലീഡർഷിപ്പ് ഉണ്ടാവുക. ശരിക്കും
ഫോളോവേഴ്സ് ഇല്ലാത്ത ഒരു ലീഡർ ഉണ്ടാവുകയില്ല എന്ന് പോലും നമുക്ക് പറയാം. മറ്റൊരു ഫീച്ചർ ആണ് ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ലീഡർ എമേർജ് ചെയ്യുക. ഏതൊരു സിറ്റുവേഷൻ ആണോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആ സിറ്റുവേഷൻ അനുസരിച്ച് ആ സിറ്റുവേഷനെ ടാക്കിൾ ചെയ്തുകൊണ്ടായിരിക്കും ഒരു ലീഡർ എമേർജ് ചെയ്യുക. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഡിപ്പെൻഡന്റ് ഓൺ ദി സിറ്റുവേഷൻ. Next, we are discussing importance or significance of leadership. First one is initiating action. Action initiating ചെയ്യുന്നത് എല്ലായ്പ്പോഴും ലീഡേഴ്സ് ആയിരിക്കും. അത് ഒരു ഗ്രൂപ്പ് തിരിച്ച് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തന്നിരിക്കുകയാണെങ്കിൽ ആ അസൈൻമെന്റ് എഴുതി തുടങ്ങും അല്ലെങ്കിൽ ചെയ്തു തുടങ്ങുന്നതിന് മുൻപ് തന്നെ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്, ടോപ്പിക് ഡിവൈഡ് ചെയ്യുന്നത്, അതിലെ പ്ലാനുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ തന്നെ ഒരു ലീഡർ ഇമേർജ് ചെയ്യുന്നു. രണ്ടാമത്തേത് മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, പ്രൊവൈഡിങ് മോട്ടിവേഷൻ. എല്ലായ്പ്പോഴും മെമ്പേഴ്സിനെ ഫോളോവേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് തന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാളായിരിക്കും എല്ലായ്പ്പോഴും ലീഡർ. നെക്സ്റ്റ് വൺ ഈസ് പ്രൊവൈഡിങ് ഗൈഡൻസ്. ഒരു ലീഡർ ജസ്റ്റ് എന്താ പറയുക, സൂപ്പർവൈസ് ചെയ്യുക, മറ്റുള്ളവർ ഫോളോവേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളെ സൂപ്പർവൈസ് ചെയ്യുക മാത്രമായിരിക്കില്ല ചെയ്യുന്നത്, എങ്ങനെ വർക്ക് ചെയ്യണം എന്നവരെ ഗൈഡ് ചെയ്യുക കൂടി ചെയ്യുന്നയാള് ആയിരിക്കും ഒരു ലീഡർ. Next is creating confidence. A leader acknowledges the efforts of his followers, explains them their role clearly, and guides them to achieve their goals. ഗോളുകൾ അച്ചീവ് ചെയ്യുവാനായി വേണ്ട എല്ലാവിധ നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ട റോളുകളെല്ലാം ക്ലിയർ ആയി, ഓരോരുത്തർക്കും ഓരോ റോളുകൾ ക്ലിയർ ആയി കൊടുക്കുകയും ഗൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ആരായിരിക്കും? എ ലീഡർ ആയിരിക്കും. ഹി ഓൾസോ റിസോൾവ്സ് ദ കംപ്ലൈന്റ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് ഹിസ് ഫോളോവേഴ്സ്. ആ ഗ്രൂപ്പ് മെമ്പേഴ്സിന് അല്ലെങ്കിൽ ഫോളോവേഴ്സിന്റെ എല്ലാവിധ പ്രശ്നങ്ങൾ കേൾക്കുകയും അത് പരിഹരിക്കുകയും അവരെ ഗൈഡ് ചെയ്യുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കോൺഫിഡൻസ് കൂടി ബിൽഡ് ചെയ്യുകയും ലീഡർ ചെയ്യുന്നു. Building work environment. A good leader should maintain a personal contact with the followers and should hear their problems and solve them. അപ്പോൾ ഒരു നല്ല ലീഡർ എല്ലായ്പ്പോഴും എല്ലാ ഫോളോവേഴ്സും എല്ലാ മെമ്പേഴ്സുമായിട്ടും ഒരു പേഴ്സണൽ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും അവരുടെ എല്ലാ പ്രശ്നങ്ങളും കേൾക്കുകയും അവയെല്ലാം പരിഹരിക്കുവാനുള്ള മനസ്സ് കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കും എല്ലായ്പ്പോഴും ഒരു നല്ല ലീഡർ എന്ന് പറയുക. ഇതിലൂടെ ഈ വ്യക്തിക്ക് ഒരു നല്ല വർക്ക് എൻവയോൺമെന്റ്, കോമ്പറ്റീഷൻ ഇല്ലാതെ, കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ഒന്നിച്ച് മുന്നോട്ട് പോയി ഗോൾ അച്ചീവ് ചെയ്യുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം, തൊഴിൽ സാഹചര്യം, വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുവാനായി ഒരു ലീഡറിന് സാധിക്കുന്നു. Coordination. A leader reconciles the personal interest of the followers with the organizational goals and achieve coordination in the entity. അപ്പോൾ എല്ലാ വ്യക്തിക്കും പേഴ്സണലി കുറച്ച് ഇൻട്രസ്റ്റുകൾ കാണും അല്ലെ, എല്ലാ ഫോളോവേഴ്സിനും കാണും. ഇപ്പൊ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ആയിട്ട് എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടാൻ വേണ്ടി സെമിനാർ പ്രസന്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുക. അപ്പോൾ ആ ലീഡറിനെ സംബന്ധിച്ചോളം അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റുകളും ആ ഗ്രൂപ്പിന്റെ ഇൻട്രസ്റ്റുകളും കൂടി ഒന്നിച്ചു കൊണ്ടുപോയി കോർഡിനേറ്റ് ചെയ്യുന്നതാണ് ഒരു ലീഡറിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട എബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ക്രിയേറ്റിംഗ് സക്സസേഴ്സ്. പിൻഗാമികളെ സൃഷ്ടിക്കുക എന്നുള്ളതും ഒരു ലീഡറിന്റെ ഒരു ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻസ് ആണ്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കാം. അപ്പോൾ ഈ അദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ മറ്റൊരാൾ അദ്ദേഹത്തിന്റെ റോള് കൃത്യമായി കൈകാര്യം ചെയ്യുവാനുള്ള രീതിയിലേക്ക് കൂടി മറ്റുള്ളവരെയും ഗ്രൂപ്പ് ഫോളോവേഴ്സിനെയും മെമ്പേഴ്സിനെയും കൂടി പര്യാപ്തമാക്കുന്ന ആളുകളെ നമുക്ക് നല്ല ലീഡേഴ്സ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം അത് വളരെ അതോറിറ്റേറിയൻ പേഴ്സൺ ആവുകയും മറ്റുള്ളവരെ എല്ലാവരെയും എപ്പോഴും സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരാളാവുകയും അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻഡ്യൂസസ് ചേഞ്ച്. ലീഡർ എല്ലായ്പ്പോഴും പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായി കഴിവുള്ള വ്യക്തിയായിരിക്കണം. എല്ലായ്പ്പോഴും ആ കൺവെൻഷൻ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാതെ പുതിയ എല്ലാ ചേഞ്ചിനെയും അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന വ്യക്തിയായിരിക്കണം. അദ്ദേഹം തന്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ, തന്റെ ഫോളോവേഴ്സിനെ അങ്ങനെ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിവുള്ളവരാക്കി മാറ്റുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്.
ഇനി ഒരു ലീഡറിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. ഫസ്റ്റ് വൺ, പേഴ്സണാലിറ്റി. ഒരു ലീഡറിന് വളരെ പ്ലേസിംഗ് പേഴ്സണാലിറ്റി ഓർ പ്ലസന്റ് പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം. എല്ലായ്പ്പോഴും മറ്റു വ്യക്തികളെ ആകർഷിക്കുന്ന ഒരു ക്യാരക്ടർ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. വളരെ ഫ്രണ്ട്ലി ആയിരിക്കണം. പക്ഷെ അതേസമയം തന്നെ വളരെ ഫ്രണ്ട്ലി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു അതോറിറ്റേറ്റീവ് നേച്ചർ ഉള്ള വ്യക്തി കൂടി ആയിരിക്കണം. അദ്ദേഹത്തിന്റെ അത്യാവശ്യം ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും തന്റെ അനുയായികളെ കൊണ്ട് ആവശ്യമായ ജോലി ചെയ്യിപ്പിക്കുവാനുള്ള ഒരു എബിലിറ്റി കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അടുത്തതാണ് നോളജ്. എല്ലായ്പ്പോഴും സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് എന്ത് ചെയ്യും, തന്റെ ലീഡറിന്റെ അടുത്തായിരിക്കും സംശയങ്ങൾ തീർക്കുവാനായി പോകുന്നത്. അപ്പൊ ആവശ്യമായ സംശയ ദൂരീകരണത്തിന് ആവശ്യമായിട്ടുള്ള അറിവ് എല്ലായ്പ്പോഴും ലീഡറിന് ഉണ്ടായിരിക്കണം. ഇന്റഗ്രിറ്റി, ഒരു ഹൈ ലെവൽ ഓഫ് ഇന്റഗ്രിറ്റി, ഓണസ്റ്റി ഉള്ള വ്യക്തികളായിരിക്കും എല്ലായ്പ്പോഴും ലീഡർ ആയിട്ടുണ്ടായിരിക്കുക. എപ്പോഴും എല്ലാ ഫാക്റ്റുകളെയും എല്ലാ സിറ്റുവേഷൻസിനെയും ഫാക്ട്സിന്റെയും ലോജിക്കിന്റെയും വസ്തുതകളുടെയും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഇന്റലക്ച്വലായും അതിനെ നമ്മൾ ലീഡേഴ്സ് സമീപിക്കേണ്ടതുണ്ട്. ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ഒരിക്കലും ബയസ്ഡ്, പക്ഷാപാതമുള്ള തീരുമാനങ്ങൾ ഒരിക്കലും ലീഡേഴ്സ് എടുക്കുവാൻ പാടുള്ളതല്ല. ഇനിഷ്യേറ്റീവ്, ഒരു ഗുഡ് ലീഡറിന് എപ്പോഴും ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ തന്റെ മുൻപിലുള്ള സാഹചര്യങ്ങളെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുവാനുള്ള ഒരു എബിലിറ്റി ലീഡേഴ്സിന് തീർച്ചയായും വേണം. ഏതൊരു എന്താ പറയുക ഡിപ്രസിങ് സിറ്റുവേഷനിൽ പോലും പുതിയൊരു ഹോപ്പ് കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുവാനായിട്ട് കഴിവുള്ളയാളായിരിക്കണം ലീഡേഴ്സ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. Leaders should always have a good communication skill. എപ്പോഴും ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ തന്റെ ആശയങ്ങൾ, തന്റെ പോളിസീസ് അല്ലെങ്കിൽ എങ്ങനെ ഇത് അച്ചീവ് ചെയ്യണം, അതിനാവശ്യമായ പ്രൊസീജിയേഴ്സ് ഒക്കെ തന്റെ ഫോളോവേഴ്സിന് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. തന്റെ ഫോളോവേഴ്സിനോട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കാൻ ഇദ്ദേഹം ഒരേ സമയത്ത് നല്ല സ്പീക്കറുമായിരിക്കണം, അതേസമയം തന്നെ നല്ല ലിസണറുമായിരിക്കണം. തന്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ് തന്നോട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനുള്ള ഒരു മാനസിക അവസ്ഥ കൂടി ഉള്ളയാളായിരിക്കണം ലീഡർ. അതുപോലെ തന്നെ നല്ല ഒരു കൗൺസിലർ ആയിരിക്കണം. മറ്റ് പ്രശ്നങ്ങൾ കൃത്യമായി കേട്ട് അതിനെ വിശകലനം ചെയ്യാൻ പറ്റുന്നയാളായിരിക്കണം. അടുത്ത ഒരു സ്കില്ലാണ് മോട്ടിവേഷൻ സ്കില്ല്. എപ്പോഴും തന്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ, തന്റെ ഫോളോവേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുവാനായിട്ടുള്ള ഒരു കഴിവ് ലീഡറിന് ആവശ്യമാണ്. സെൽഫ് കോൺഫിഡൻസ് ആൻഡ് വിൽ പവർ. വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം എല്ലായ്പ്പോഴും ലീഡർ. ലീഡറിന് കോൺഫിഡൻസ് ഇല്ല എങ്കിൽ അത് തന്റെ ഫോളോവേഴ്സിനെയും ബാധിക്കും. അതുപോലെ തന്നെ എന്തും അച്ചീവ് ചെയ്യുവാനുള്ള ഒരു വിൽ പവർ കൂടിയുള്ള വ്യക്തി ആയിരിക്കണം ലീഡർ. അടുത്തതാണ് ഇന്റലിജൻസ്. എ ലീഡർ നീഡ്സ് ടു ബി ഇന്റലിജന്റ് എനഫ് ടു അനലൈസ് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് എ സിറ്റുവേഷൻ ആൻഡ് ടേക്ക് എ ഡിസിഷൻ അക്കോർഡിംഗ്ലി. ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് ആ സിറ്റുവേഷന്റെ ഗുണങ്ങളെയും ദോഷവശങ്ങളെയും നന്നായി വിശകലനം ചെയ്തുകൊണ്ട് നല്ലൊരു ഡിസിഷൻ എടുക്കാനുള്ള എബിലിറ്റി ഉള്ളയാളായിരിക്കണം എല്ലായ്പ്പോഴും, ഇന്റലിജൻസ് ഉള്ളയാളായിരിക്കണം എല്ലായ്പ്പോഴും ലീഡർ. ഡിസിസീവ്നെസ്. എ ലീഡറിന് എപ്പോഴും നല്ല ഡിസിഷൻ എടുക്കുവാനുള്ള ഒരു ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. എ ലീഡർ ഹാസ് ടു ബി ഡിസിസീവ് ഇൻ മാനേജിങ് ഹിസ് വർക്ക് ആൻഡ് ഷുഡ് ഫേം ഓൺ ദ ഡിസിഷൻസ് ദേ ആർ ടേക്കൺ ബൈ ഹിം. അപ്പൊ തന്റെ വർക്കിനെ സംബന്ധിച്ച് എപ്പോഴും ഡിസിഷൻ എടുക്കുവാനും സാധിക്കണം. അതുപോലെ തന്നെ തന്റെ ഡിസിഷനിൽ ഉറച്ചു നിൽക്കുവാനുമുള്ള ഒരു എബിലിറ്റി ലീഡറിന് ഉണ്ടായിരിക്കണം. സോഷ്യൽ സ്കിൽസ് നമുക്കറിയാം. എംപതറ്റിക് ആയിരിക്കണം. എന്താണ് സിമ്പതിയും എംപതിയും തമ്മിലുള്ള സിമ്പതി? മറ്റുള്ളവരോട് നമുക്ക് സഹതാപം തോന്നുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സിമ്പതി. പക്ഷേ ലീഡർ should be an empathetic person. Empathy സിമ്പതിയിൽ നിന്നും കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. ഒരു വ്യക്തി ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഇമോഷണൽ ആകുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതാവുമ്പോൾ ലീഡറിന്റെ സ്ഥാനത്ത് നിന്ന് ഇറങ്ങി ആ വ്യക്തിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ പ്രശ്നത്തെ നോക്കി കാണണം. അതിനെയാണ് എംപതറ്റിക് എന്ന് പറയുക. ഹി ഷുഡ് ഓൾസോ ബി എ ഹ്യൂമാനിസ്റ്റ് ആൻഡ് ഓൾസോ ഹെൽപ്സ് ദ പീപ്പിൾ വിത്ത് ദെയർ പേഴ്സണൽ പ്രോബ്ലംസ്. എപ്പോഴും നല്ലൊരു മനുഷ്യനായിരിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ വർക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് അല്ലാതെ അവരുടെ പേഴ്സണൽ പ്രോബ്ലംസിലും അവരെ സഹായിക്കുന്ന വ്യക്തിയായിരിക്കണം എല്ലായ്പ്പോഴും ഒരു ലീഡർ. അപ്പോൾ ലീഡർഷിപ്പിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഇവിടെ കവർ ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ടൈപ്സ് അല്ലെങ്കിൽ സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് ആണ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. These are my references. If you want to prepare your own notes, you can use it. Thank you so much.